എന്താ വെച്ചാൽ ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും ഗവൺമെൻറ് തീരുമാനിച്ചുവെങ്കിൽ അതിനുള്ള തെറ്റുകളാണെന്ന് അതിന് മനസ്സിലാകാത്തത്. അതിൻ്റെ ആരാണ് എതിർക്കുന്നതെന്ന് വെച്ചാൽ അവർ അയ്യപ്പ വിരോധികളാണ്. കാരണം ഇടതുപക്ഷം കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ എതിർക്കുന്നത് എന്തിനാണ്? ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പറഞ്ഞ ശരിയെങ്കിൽ അതിനൊരു സഹകരിക്കില്ല. നിങ്ങളൊന്ന് ആലോചിക്കുന്നത് 1200 ക്ഷേത്രങ്ങളിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ അതിൽ 1000-ന് മേലെയാണ് 100-110 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയുള്ളത്. ബാക്കിയുള്ളതെല്ലാം അയ്യപ്പൻ്റെ കാശുകൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. ഇനി അയ്യപ്പ ഭക്തർ കൂടുന്നതോടൊപ്പം അയ്യപ്പ ഭഗവാനും വരുമാനം കൂടുകയും ഈ കാണുന്ന മറ്റ് 1000-ഓളം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വരവും അവിടെ നിലനിൽപ്പിനും വലിയ സഹായകരമാണെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ എന്തുമാത്രം ടാക്സായിട്ടും എത്ര പേർ ജോലിയാണ് കിട്ടുന്നത്.